MS ധോണി അറ്റ് നമ്പർ 9. RCBക്കെതിരെ വിക്കറ്റുകൾ ഓരോന്നായി വീണുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ചെപ്പോക്കിലെ ഡ്രസ്സിംഗ് റൂമിലേക്ക് കണ്ണു നട്ടിരിക്കുകയായിരുന്നു CSK ആരാധകർ. ധോണി എപ്പോഴാണ് എത്തുക? അശ്വിൻ ക്രീസിലെത്തിയിട്ടും തലയുടെ ഊഴമായിട്ടില്ല പോലും. ഒടുവിൽ 16-ാം ഓവറിൽ 9-ാമനായി ധോണി ഗ്രൗണ്ടിലെത്തി. പതിനെട്ട് വർഷത്തെ IPL കരിയറിൽ അയാൾ ആദ്യമായാണ് ഇങ്ങനെ ഒരു പൊസിഷനിൽ ഇറങ്ങുന്നത്. അന്ന് ചെപ്പോക്കിൽ പുറത്താകാതെ 16 പന്തിൽ 30 റൺസ് അടിച്ചെടുത്തു. 2 സിക്സും 3 ഫോറും അയാളുടെ ബാറ്റിൽ നിന്ന് പിറന്നു. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമുണ്ടാകില്ല. RCB സോക്കോൾഡ് പൊളിയാക്കോട്ടയായ ചെപ്പോക്കിന് തീവച്ചു. 50 റൺസിൻ്റെ തകർപ്പൻ ജയം. സീസണിൽ ചെന്നൈ 10-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു. മുമ്പ് ഒന്നുമില്ലാത്ത വിധം ടീമിനെതിരെ കടുത്ത വിമർശനങ്ങൾ കഴിഞ്ഞ സീസണിൽ ഉയർന്നു. ധോണിക്കെതിരെ പോലും ആരാധകർ സ്റ്റേഡിയത്തിന് പുറത്ത് പ്രതീക്ഷയറ്റ് തുടങ്ങിയ വർത്തമാനങ്ങൾ പറഞ്ഞു. സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തണം എന്നാണല്ലോ. ഡാഡീസ് ആർമി എന്നാണ് CSKയെ പലരും പരിഹസിക്കാറ്. പക്ഷേ അങ്ങനെ പരിഹസിച്ച സമയങ്ങളിലൊക്കെ അവർ ഷെൽഫിൽ കിരീടമെത്തിച്ചിട്ടുണ്ട് എന്നത് ഒരു ഫാക്റ്റാണ്. 2018-ൽ CSK കോച്ച് സ്റ്റീഫൻ ഫ്ലെമിംഗ് പറഞ്ഞത് ഇങ്ങനെയാണ്: ഹിയർ ടു വിൻ ട്രോഫീസ്, നോട്ട് ഡെവലപ്പ് യങ് പ്ലെയേഴ്സ്. 2018-ൽ കിരീടം ചൂടിയ ശേഷം പിന്നെയും 2 തവണ ചെപ്പോക്കിലേക്ക് IPL ട്രോഫികളെത്തി. 2018-ൽ കിരീടമണിയുമ്പോൾ 35 വയസ്സിന് മുകളിൽ പ്രായമുള്ള 4 കളിക്കാർ ചെന്നൈ നിരയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഡാഡീസ് ആർമി എന്ന ടാഗ് അഭിമാന പുരസ്സരമാണ് എല്ലാ കാലത്തും അവർ എടുത്തണിഞ്ഞിരുന്നത്. യങ് ടാലന്റുകളെ വളർത്തുന്നതൊന്നുമല്ല, കിരീടം ചൂടുക എന്നതാണ് പരമപ്രധാനം എന്ന ആ പഴയ ഫിലോസഫിയിൽ നിന്ന് ചെന്നൈ മാറിയോ? കഴിഞ്ഞ ദിവസം അവസാനിച്ച IPL മിനി ഓപ്ഷനിൽ അതിനുള്ള മറുപടിയുണ്ട്. CSK CEO കാശി വിശ്വനാഥ് കാമറൂൺ ഗ്രീനെ വിട്ടുകളഞ്ഞതിന് പറഞ്ഞ കാരണം ഇങ്ങനെ: ഗ്രീന് വേണ്ടി 25 കോടിക്ക് മുകളിൽ പോകാൻ ഞങ്ങൾക്കാകില്ലായിരുന്നു. കാരണം ഒന്നേയുള്ളൂ, യങ് ടാലന്റുകളെ ടീമിൽ എത്തിക്കാനായില്ലെങ്കിലോ എന്ന ഭയം. ഞങ്ങളുടെ പ്ലാനിലുള്ള പ്രതിഭകളെ മുഴുവൻ റാഞ്ചാൻ ഇക്കുറി ആയിട്ടുണ്ട്. IPL-ൽ സംഭവിച്ചിട്ടുള്ള മാറ്റങ്ങളോട് അഡാപ്റ്റ് ആയേ മതിയാകും. യെസ്, സോ ദ ഫിലോസഫി ചേഞ്ചസ്. ഇക്കുറി മിനി ഓപ്ഷൻ എത്തുമ്പോൾ ചെന്നൈയുടെ പേഴ്സിൽ 43 കോടി 40 ലക്ഷമാണ് ഉണ്ടായിരുന്നത്. അതിൽ 28 കോടിയിലധികം മുടക്കിയത് 2 അൺക്യാപ്ഡ് താരങ്ങളെ വാങ്ങാനായാണ്. പ്രശാന്ത് വീറും കാർത്തിക് ശർമ്മയും ടീമിലെത്തുമ്പോൾ IPL ഹിസ്റ്ററികൾ റെക്കോർഡുകൾ പലതും കടപുടങ്ങി. അൺക്യാപ്ഡ് താരങ്ങൾക്കായി ഒരു ഫ്രാഞ്ചൈസി മുടക്കുന്ന ഏറ്റവും വലിയ തുക. ക്രിക്കറ്റ് ലോകത്തെ വലിയ പേരുകൾ പലതും അൺസോൾഡ് ലിസ്റ്റിൽ കിടക്കുന്നുണ്ട് എന്നുകൂടി ഓർക്കണം. പ്രശാന്ത് വീറും കാർത്തിക് ശർമ്മയും വെറുതെ ടീമിലെത്തിയതൊന്നുമല്ല എന്നും തങ്ങളുടെ സ്കൗട്ടിംഗ് ടീം നടത്തിയ ഹോംവർക്കിൻ്റെ ഫലമായാണ് ആ 2 പേരുകളെ എന്ത് വില കൊടുത്തും ടീമിലെത്തിക്കാൻ മുതിർന്നത് എന്നും പറഞ്ഞു വെക്കുന്നുണ്ട് ചെന്നൈ CEO. പ്രശാന്ത് വീറിൽ രവീന്ദ്ര ജഡേജയെയാണ് മാനേജ്മെൻറ്റ് കാണുന്നത്. ഓപ്ഷന് ശേഷം ഇത് ധോണിയുടെ ലാസ്റ്റ് ഡാൻസ് ആണെന്ന കാര്യത്തിൽ ഇനി സംശയമൊന്നുമില്ലെന്നാണ് മുൻ ഇന്ത്യൻ താരം റോബിൻ ഉത്തപ്പ അഭിപ്രായപ്പെട്ടത്. അവസാന സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ സീസണിൽ തന്നെ ചെന്നൈ ഒരു ഫിലോസഫി മാറ്റത്തിന്റെ സൂചന നൽകിയിട്ടുണ്ട്. ടോപ്പ് ഓർഡറിൽ 18-കാരൻ ആയുഷ് മാത്രയുടെ രംഗപ്രവേശം. ഇങ്ങനെ ഒരു മുതൽ ബെഞ്ചിലുണ്ടായിരുന്നോ എന്ന കാര്യം പോലും പലർക്കും അറിയില്ലായിരുന്നു. അരങ്ങേറ്റ സീസണിൽ 7 മത്സരം കളിച്ച മാത്രമേ 240 റൺസാണ് അടിച്ചെടുത്തത്. 188 സ്ട്രൈക്ക് റേറ്റ്, 11 സിക്സറുകളും 31 ഫോറുകളും അയാളുടെ ബാറ്റിൽ നിന്ന് പിറന്നു. 94 മാത്രയുടെ ഹയസ്റ്റ് സ്കോർ. ഒപ്പം ബേബി ABD, ഡവാൾ ബ്രെവിസും ഉർവിൽ പട്ടേലുമൊക്കെ വലിയ ചില മിന്നലാട്ടങ്ങളുടെ സൂചനകൾ നൽകി. ബ്രെവിസ് 6 മത്സരങ്ങളിൽ നിന്ന് 225 റൺസാണ് അടിച്ചെടുത്തത്. ബാറ്റ് വീശിയത് 180 സ്ട്രൈക്ക് റേറ്റിൽ. രാഹുൽ ത്രിപാഠിയും വിജയ് ശങ്കറും ദീപക് ഹൂഡയും ഒക്കെ അമ്പെ പരാജയമായെടുത്തായിരുന്നു അവസാന മത്സരങ്ങളിൽ 3 യങ് സെൻസേഷനുകളുടെ മിന്നലാട്ടങ്ങൾ. മിനി ഓപ്ഷന് ശേഷം ഈ ചെന്നൈ നിരയിലേക്ക് നോക്കൂ. സ്ക്വാഡിലെ 25-ൽ 16 പേർ 30 വയസ്സിന് താഴെയുള്ളവരാണ്. ഡാഡീസ് ആർമി എന്ന് ആരും ഇനി ഈ സംഘത്തെ വിളിക്കില്ല. അബുദാബിയിൽ ഓപ്ഷൻ അരങ്ങേറും മുമ്പ് നന്നായി ഗൃഹപാഠം ചെയ്താണ് CSK എത്തിയത്. ഒരു 5 വർഷം മുമ്പുള്ള ലേലമായിരുന്നെങ്കിൽ തങ്ങളുടെ ലോവർ മിഡിൽ ഓർഡറുകൾ ശക്തിപ്പെടുത്താൻ ലിയാം ലിവിങ്സ്റ്റൺ, ഡേവിഡ് മില്ലർ, ജേസൺ ഹോൾഡർ തുടങ്ങിയ വലിയ പേരുകൾക്ക് പിറകിൽ ചെന്നൈ പോയനെ. ഇക്കുറി ഹോൾഡർക്കായി ഒരു ശ്രമം നടത്തി നോക്കിയെങ്കിലും അത് പാതി വഴിയിൽ ഉപേക്ഷിച്ചു. ലിവിങ്സ്റ്റണും മില്ലറുമൊന്നും പ്ലാനിൽ പോലും ഉണ്ടായിരുന്നില്ല. തട്ടകത്തിലെത്തിച്ചവരിൽ ഭൂരിഭാഗവും യങ് ടാലന്റുകൾ. ബേസ് പ്രൈസിന് സർഫറാസ് ഖാൻ റാഞ്ചിയത് പോലും ഒരു ലാഭക്കച്ചവടമായാണ് വിലയിരുത്തപ്പെടുന്നത്. 2018-ൽ ഡാഡീസ് ആർമി എന്ന ടാഗ്ലൈൻ ന്യായീകരിച്ച ഫ്ലെമിംഗ് ഇപ്പോൾ പറയുന്നു നോക്കൂ: പഴയ വിജയങ്ങളുടെ കഥകൾ പറഞ്ഞ് ആ ഫിലോസഫികളിൽ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കടിച്ചു തൂങ്ങി നിൽക്കാം. പക്ഷേ മോഡേൺ T20 ക്രിക്കറ്റ് ഏറെ മാറിയിട്ടുണ്ട്. വൈകിയാണെങ്കിലും നമ്മൾ ആ മാറ്റങ്ങളോട് അഡാപ്റ്റ് ആവുകയാണ്. അനുഭവ സമ്പത്തിനേക്കാൾ യങ് ടാലന്റുകൾക്ക് ചിലപ്പോൾ പ്രാധാന്യം കൊടുക്കേണ്ടി വരും. കഴിഞ്ഞ സീസൺ പകുതിയോടെ ഞങ്ങൾ ഒരു പരിവർത്തന ദിശയിലാണ്. അത് തുടരും. യെസ്, ഇതാണ് ആരാധകർ കേൾക്കാൻ ആഗ്രഹിച്ചതും. പോസ്റ്റ് ധോണി എറയിൽ ടീമിൻ്റെ ലെഗസി നിലനിർത്താനുള്ള പണികൾ നേരത്തെ തന്നെ തുടങ്ങേണ്ടതായിരുന്നു.
വൈകിയാണെങ്കിലും ഇക്കുറി ടീം അതിനെക്കുറിച്ച് ഗൗരവത്തിൽ തന്നെ ആലോചിച്ചിട്ടുണ്ട്. സഞ്ജു സാംസന്റെ വരവ് അതിൻ്റെ ആദ്യ സൂചനയാണ്. ധോണിയെപ്പോലെ വലിയ ആരാധക പിന്തുണയും ഓറയുമുള്ളൊരു കളിക്കാരൻ ഓക്സിന് മുമ്പേ ടീമിലെത്തുന്നു. 4 വിക്കറ്റ് കീപ്പർമാർ ഇപ്പോൾ സ്ക്വാഡിലുണ്ട്. ടീമിൻ്റെ ഭാവിയെ മുന്നിൽ കണ്ട് ഓപ്ഷനിൽ അൺക്യാപ്ഡ് താരങ്ങൾക്കായി മുടക്കിയ വലിയ തുക പാഴാകില്ല എന്നാണ് മാനേജ്മെൻറ്റ് ഉറച്ചു വിശ്വസിക്കുന്നത്. പടിയിറങ്ങിയാലും MSD ഈ ടീമിനൊപ്പം തന്നെ ഉണ്ടാകും. അങ്ങനെ പെട്ടെന്ന് അയാൾക്ക് ആ കൂടാരം വിട്ട് പോകാൻ കഴിയില്ലല്ലോ.